കേരളത്തിലെ LBSും അതേപോലെ PNC മാക്ക് പോലെയുള്ള അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളോടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഒന്ന് ഉറപ്പിക്കുക കഴിഞ്ഞ വർഷത്തെ PNC മാക്കിൻ്റെ LBSനൊക്കെ എത്ര പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ത്രൂ അഡ്മിഷൻസ് ലഭിച്ചിട്ടുള്ളതെന്നൊന്ന് ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം അത്രയും മാർക്ക് നമ്മൾ ഈ വർഷം സ്കോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയൽ സംസ്ഥാനങ്ങളായി, അപ്പോൾ കർണാടക അല്ലെങ്കിൽ തമിഴ്നാടായിരിക്കും നമ്മൾ നേഴ്സിംഗ് പോലുള്ള സ്റ്റഡീസിന് ഏറ്റവും, അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് പോലുള്ള സ്റ്റഡീസിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ പറയുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ മിക്ക കോളേജസിലും, ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജസ് ആവട്ടെ, നല്ല ഹോസ്പിറ്റൽ ക്യാമ്പസുകളിൽ ഓൾമോസ്റ്റ് അഡ്മിഷൻസ് ക്ലോസിംഗ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, കഴിഞ്ഞ വർഷത്തെ മാർക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി വെരിഫൈ ചെയ്തിട്ട് എത്രത്തോളം മാർക്കുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ത്രൂ ലഭിച്ചിട്ടുള്ളതെന്നൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം വെയിറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഏറ്റവും മികച്ച ക്യാമ്പസുകൾ ഏതാണെന്നുള്ളത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. വളരെ ലിമിറ്റഡ് സീറ്റുകളും ആണ് ഇനിയുള്ള കോളേജസിലെല്ലാം. അപ്പോൾ കോളേജിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്താ നമ്മുടെ ടീമോട് സംസാരിച്ചാൽ നിങ്ങളുടെ മാർക്കിന് കേരളത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്നെല്ലാം അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ക്യാമ്പസിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് അവർ കൺഫേം ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതോറും നമ്മൾക്ക് ഏറ്റവും നല്ല ക്യാമ്പസുകളിലേക്കുള്ള അവസരമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാമ്പസ് നിങ്ങൾക്ക് നഷ്ടമാവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിച്ചു.